ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഒരു പെൺകുട്ടിക്ക് ഒരു ദിവസം ഒരു തത്തക്കുഞ്ഞിനെ ലഭിച്ചു. അവൾ അതിന് ഗ്രീൻ എന്ന് പേരിട്ടു. അവൾ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ വിചാരിച്ചു, ഈ തത്തക്കുഞ്ഞ് കാട്ടിൽ തന്നെ കഴിയുന്നതാണ് അതിന് നല്ലത് എന്ന്. അങ്ങനെ അതിനെ കാട്ടിലേക്ക് അയക്കുവാൻ വേണ്ടി ആവശ്യമായ പരിശീലനം കൊടുക്കുവാനായിട്ട് അവൾ തീരുമാനിച്ചു. ഇടയ്ക്കൊക്കെ കാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെറിയ ചെറിയ പറപ്പിക്കലുകളൊക്കെയും നടത്തുകയും ചെയ്തു. ഈ തത്തക്കുഞ്ഞ് കുറച്ചു ദൂരം ഇങ്ങനെ പറന്നിട്ട് തിരിച്ച് അവളുടെ അടുക്കിലേക്ക് തന്നെ വരും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ഗ്രീനിനെ പറത്തി വിട്ടിട്ട് അത് തിരിച്ചു വന്നില്ല. കുറച്ച് സമയം അവൾ അവിടെ കാത്തുനിന്നു. കാണാതായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. 1-2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഒരു പക്ഷിയുടെ അസ്ഥികൂടം അവൾ കാണുവാനായിട്ടിടയായി. അവൾ കരയുവാനായിട്ട് തുടങ്ങി. ഇത് എൻ്റെ ഗ്രീൻ തന്നെയാണ്. അവളങ്ങനെ കരഞ്ഞ് ദിവസങ്ങൾ ചെലവിട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ട്രക്കിങ്ങിനായി വീടിൻ്റെ അടുത്തുള്ളതായ ഒരു കാട്ടിലേക്ക് അവൾ പോയപ്പോൾ അവിടെ ഒരു മരക്കൊമ്പിൽ കുറേ തത്തകൾ ഇരിക്കുന്നത് അവൾ കാണുകയാണ്. അവൾ നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ഗ്രീനും ഉണ്ടായിരുന്നു. ഗ്രീൻ അവളുടെ അടുക്കിലേക്ക് പറന്നു വന്നിട്ട് അവളുടെ തോളിൽ വന്ന് ഇരുന്നു. അവൾക്ക് വലിയ സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രീൻ ആ മരക്കൊമ്പിലേക്ക് തന്നെ തിരിച്ചുപോയി തനിക്ക് ലഭിച്ച പുതിയ കൂട്ടിലേക്ക്, പുതിയ ഇണകളുടെ അടുത്തേക്ക് അത് മടങ്ങിപ്പോവുകയും ചെയ്തു. വിശുദ്ധ മത്തായി 10-ാം അധ്യായം 29-ാമത്തെ തിരുവചനം, ഒരു കുരുകിൽ പോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. അതെ, പിതാവ് അറിയാതെ ഒന്നും നടക്കുന്നില്ല. ജീവിതത്തിൽ ആകുലതകളും പ്രയാസങ്ങളുമൊക്കെയുമായി കഴിഞ്ഞു മുന്നോട്ട് പോകുന്ന ആളുകൾ ഇനി നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതായ വ്യാകുലതയോടെ ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഏറിയ കുരുകിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ആ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ആ ദൈവം നമ്മെ കരുതുമെന്നുള്ളതായ വിശ്വാസത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.